ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുചേലനെ കുബേരനാക്കിയ കുചേല ദിനമാണ് ഈ വരും ഡിസംബർ 17 ബുധനാഴ്ച. ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തൻ്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അവിൽപ്പൊതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണെന്നാണ് സങ്കല്പം. എല്ലാ മലയാള മാസത്തിലെയും ഏകാദശി, ചിങ്ങത്തിലെ അഷ്ടമി രോഹിണി, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, മുപ്പട്ട് വ്യാഴാഴ്ച എന്നീ ദിനങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിനങ്ങളിൽ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ഫലദായകമാണെന്നാണ് വിശ്വാസം. കുചേല ദിനത്തിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടായി അവിൽപ്പൊതി സമർപ്പിച്ചാൽ ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങും എന്നാണ് വിശ്വാസം. യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവിൽക്കിഴി സമർപ്പിക്കുന്നതിലൂടെ കുചേലന് നൽകിയതുപോലെ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും നമുക്കും പ്രദാനം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. കുചേലൻ എന്നറിയപ്പെടുന്ന സുദാമാവ് സതീർത്ഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിൽപ്പൊതിയുമായി കാണാൻ പോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായിട്ട് ആഘോഷിച്ചു വരുന്നത്. കുചേലന് സദ്ഗതി ഉണ്ടായ ദിനമെന്നും ഈ ദിവസം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നമുക്ക് വഴിപാടായിട്ട് അവിൽപ്പൊതി സമർപ്പിച്ചാൽ എല്ലാവിധ ദാരിദ്ര്യ ദുഃഖങ്ങളും നീങ്ങി സർവൈശ്വര്യവും വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ എല്ലാവരും വ്രതമൊക്കെ എടുത്ത് അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി അവിൽപ്പൊതി വഴിപാടായിട്ട് സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും അലട്ടുന്ന ആ ദാരിദ്ര്യം എന്ന സമുദ്രത്തിൽ നിന്നും അല്ലെ ആ മഹാദുഃഖത്തിൽ നിന്നും ഭഗവാൻ ശ്രീകൃഷ്ണനിലെ മഹാവിഷ്ണു നമ്മളെ രക്ഷിക്കുമെന്നതിൽ യാതൊരുവിധ തർക്കവുമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നാളെ എല്ലാവരും വ്രതമൊക്കെ എടുക്കുക. അടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്രമോ മഹാവിഷ്ണു ക്ഷേത്രമോ ദർശനം നടത്തുക. അവിൽപ്പൊതി പറ്റുമെങ്കിൽ വഴിപാടായിട്ട് സമർപ്പിക്കുക. അല്ലെങ്കിൽ വൈകിട്ട് നമ്മളെ വീടുകളിൽ നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുൻപിൽ ഒരു അവൽക്കിഴി സമർപ്പിക്കുക. ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് നടത്തി തരികയും സർവൈശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. സർവ്വ കടങ്ങളും മാറും. കുടുംബത്തെ എല്ലാവിധ സന്തോഷവും സമാധാനവും വരികയും ചെയ്യും. അത്രയ്ക്കും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കുചേല ദിനം എന്നറിയപ്പെടുന്നത്. ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഒരു തലമാണ് നമുക്കതിൽ കൂടെ വെളിപ്പെടുത്തി കിട്ടുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു കലിയുഗത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഇല്ലാതെ വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ കുചേലൻ്റെയും ആ ഒരു സുഹൃത്ത് ബന്ധം, അവർ തമ്മിലുള്ള ആ ഒരു ആത്മാർത്ഥത അത് നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. അത്രയ്ക്കും ഒരു പാഠമാണ് ആ ഒരു സുഹൃത്ത് ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നാളെ മഹാവിഷ്ണു ക്ഷേത്രം ദർശനം നടത്തുക. വഴിപാടുകൾ നടത്തിയില്ലേ പോലുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയോ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നാളത്തെ ദിവസം നടത്തുന്നത് വളരെയധികം ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ കാരണമാകും. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.